അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല കിടിലൻ രുചിയിൽ മത്തി മുളകിട്ടതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ലൊരു മത്തിക്കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. നല്ല കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റിലൊരു മത്തിക്കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് കുടംപുളിയാണ്. ഒരു 3 കഷ്ണം കുടംപുളി നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ പുളി വെള്ളത്തോട് കൂടിയാണ് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പുളി നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ അതാ ഞാനിവിടെ 1/2 കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത്. മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ മത്തിയാണെങ്കിൽ 2ആയിട്ട് മുറിച്ചിടാം. അപ്പോൾ ഇത് 2ആയിട്ട് മുറിക്കാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇടുന്നത്. ഇനി ഒരു മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മീൻകറി എപ്പോഴും വെക്കുമ്പോൾ മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് ആ മീൻകറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഉലുവയാണ് ഇട്ട് കൊടുത്തത്, കടുക് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഉലുവ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കടുക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കടുക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ്. ഒരുപാട് അങ്ങ് പേസ്റ്റ് ആക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 8 ചുമന്നുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ചുമന്നുള്ളി ചതച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 8 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3 പച്ചമുളക് കീറിയതാണ്. ഇനി 2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി കൂടുമ്പോഴാണ് നമ്മുടെ മീൻ കറിക്ക് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ മത്തി ആയാലും ചാളയായാലും ഏത് കറിക്കായാലും നമ്മൾ മുളക് ഇട്ട കറിയാകുമ്പോൾ തക്കാളി കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. അപ്പോൾ 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം ഒന്ന് ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ പൊടിയൊക്കെ കരിഞ്ഞു പോകും. അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇടുക. ഇപ്പോൾ ഞാനൊന്ന് ഓഫാക്കിയിട്ടുണ്ട്, കാരണം ചട്ടിക്ക് നല്ല ചൂടാണ്, അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ പോയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട്, ഇപ്പോൾ തന്നെ നല്ല ചൂടുണ്ട് ചട്ടിക്ക്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആ പുളി വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മുളകിട്ട കറി നല്ല കപ്പയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് കറി ഒന്ന് തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മീനിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം മീനിട്ട് കൊടുക്കാൻ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് വെക്കാം, എണ്ണയൊക്കെ തെളിഞ്ഞൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കറി ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലൊന്ന് അടച്ച് വയ്ക്കാം. ഒരുപാട് അടച്ച് വെക്കണ്ട, ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പുകയൊക്കെ പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് തന്നെ ചൂടൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ആവിയൊക്കെ പോയി എണ്ണയൊക്കെ തെളിഞ്ഞ് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കുറുകിയ ഒരു ചാറോട് കൂടിയ ഒരു നാടൻ മത്തിക്കറിയാണ്. അപ്പോൾ നല്ല ചൂട് കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ, ഇപ്പം ചക്ക സീസണാണല്ലോ, ചക്കയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു മത്തി മുളകിട്ടതാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മത്തി മുളകിട്ടത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരാം. അസ്സലാമു അലൈക്കും.